ഇ.പി. ജയരാജൻ്റെ കണ്ടെത്തൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു സംഘം ആളുകൾ, പോസ്റ്റ് മോഡേൺ എന്ന വിഷയം പഠിച്ച ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് തമ്പടിച്ചിരുന്ന CPM-നെ കടന്നാക്രമിക്കുകയാണ്. ഞെട്ടിയില്ലേ നിങ്ങൾ? ഇ.പി. ജയരാജൻ കണ്ടെത്തിയ പുതിയ ഒരു വസ്തുതയാണ്. വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ CPM-നെ കടന്നാക്രമിക്കുന്നത് ഇങ്ങനെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ, വാഷിംഗ്ടൺ DC-യിലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് മോഡേൺ എന്ന വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത നിറയെ ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന് ഒളിയാക്രമണം നടത്തുന്നു. ഇതുപോലെയാണ് ലോകരാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു വീണത്. എങ്ങനെയാണ്? ആദ്യം നേതൃത്വത്തിനെതിരെ അവർ കടന്നാക്രമണം നടത്തും. നേതൃത്വം കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞു വരത്തും. അങ്ങനെ പറഞ്ഞു വരത്തുമ്പോൾ സ്വാഭാവികമായും അണികൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരുന്നത്. ഇത് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ ഇ.പി. ജയരാജൻ, പാർട്ടിയിലെ ചിറ്റപ്പൻ, ആത്മകഥാ വിവാദത്തിൻ്റെ ആള്. ആത്മകഥാ വിവാദമൊക്കെ കെട്ടടങ്ങി എങ്കിലും പാർട്ടിയിൽ അനഭിമതനായി ഇ.പി.യെ വില കുറച്ച് കാണിച്ച് ഇ.പി.യെ പുറന്തള്ളാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ആത്മകഥാ വിവാദമെന്നൊക്കെ വാർത്തകൾ വന്നുവെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സത്യമൊക്കെ പുറത്തറിഞ്ഞുവെങ്കിൽ പോലും, ഇ.പി. ജയരാജൻ പാർട്ടിയിൽ സജീവമാകുമ്പോൾ പാപ്പിനിശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇ.പി. ജയരാജൻ ഈ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തൽ നടത്തി. അത് പരസ്യ പ്രസംഗത്തിലൂടെ വന്നത്. അതങ്ങനെയാണ്. CPM-നെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയവരെത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണ്? സഖാക്കളുടെ മനസ്സിൽ ഐക്യം വേണം. സഖാക്കൾ പരസ്പരം പാരവയ്ക്കരുത്. നമുക്കറിയാം കരുനാഗപ്പള്ളിയിൽ എന്താണ് നടന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുണ്ടായ കാരണം എന്താണ്? പാർട്ടിയിലെ ജീർണത. പാർട്ടി തലപ്പത്തേക്ക് വരുന്നത് പീഡനക്കേസിലെ പ്രതി ഏകപക്ഷീയമായി ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിഭാഗം പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് വരെ നടത്തി. ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ജില്ലാ കമ്മിറ്റി വിളിച്ചു, ജില്ലാ സെക്രട്ടേറിയറ്റ് വിളിച്ചു. സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് തമ്പടിച്ച് എന്ത് ചെയ്തു? കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. എന്നിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൊടുത്തു. ഇതാണ്, അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ കീഴിലുള്ള 10 ലോക്കൽ കമ്മിറ്റിയുണ്ട്. 10 ലോക്കൽ കമ്മിറ്റികളിൽ 4 ലോക്കൽ കമ്മിറ്റികളാണ് അടിയും പിടിയും ഒക്കെ ആയി ഇതുവരെ ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയാത്തത്. അത് ഏരിയ കമ്മിറ്റിയുടെ പിടിപ്പുകേടാണ് എന്ന് കണ്ടെത്തിയാണ് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടത്. സമരം നടത്തിയ വിഭാഗീയ മുദ്രാവാക്യം മുഴക്കിയ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടിയിലെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ ജീർണത ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത്? അതും ഇ.പി. ജയരാജൻ പറയുന്നു. അത് സഖാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ. എന്ത് തോന്നിവാസം ഏത് നേതാവ് കാണിച്ചാലും അത് ഉൾപാർട്ടി ഘടകങ്ങളിൽ മാത്രം പറയണം, അല്ലാതെ വാർത്തയാക്കി പുറത്തു കൊടുക്കരുത്. ഇതൊക്കെ പാർട്ടിക്കകത്ത് നിൽക്കണം. നമുക്കറിയാം P.K. ശശിയുടെ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ പോലും പാർട്ടി കമ്മിറ്റി അത് തീരുമാനിക്കും. കുറ്റവാളി ആണോ അല്ലയോ എന്ന് പാർട്ടി സമിതി തീരുമാനിക്കും. അതൊക്കെ ഒരു ഉഡായിപ്പ് ന്യായമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിൽ പോലും ഇ.പി. പറയുന്നത് മാനസിക ഐക്യം വേണം. ഈ ഐക്യം തകർന്നാൽ ആകെ പണി കിട്ടും, പാർട്ടി നശിച്ചു പോകും. കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന വിഷയത്തിൽ പഠനമൊക്കെ പൂർത്തിയാക്കി വന്ന പ്രൊഫഷണലുകൾ പാർട്ടിയെ തകർക്കാൻ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അതിന് മാധ്യമങ്ങൾ കൂട്ടുണ്ട്. മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ പ്രൊഫഷണലുകൾ സ്വന്തമാക്കുന്നത്? ഇവരെങ്ങനെയാണ് ഈ പ്രചരണം നടത്തുന്നത്? മാധ്യമങ്ങൾക്ക് വൻ തുക നൽകുന്നു. മാധ്യമങ്ങൾക്ക് വൻ തുക നൽകി പരസ്യമൊക്കെ കൊടുത്ത് ഇളിഭ്യരായത് ആരാണെന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതല്ലേ? സരിൻ തരംഗം എന്ന് ഹെഡിങ് കൊടുത്തു, സരിൻ്റെ ഒരു പടവും വെച്ച് ഒരു ലേഖനവും കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെ വർഗീയ വിഷം ചീറ്റുന്ന കുറേ പോസ്റ്ററുകൾ സന്ദീപ് വാര്യർ മുമ്പ് നടത്തിയെന്ന് പറഞ്ഞ് അത് എടുത്തു വെച്ചിട്ട് ഒരു മതവിഭാഗത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ മാത്രം ഒരു പരസ്യം കൊടുത്തതൊക്കെ കണ്ടു. അങ്ങനെ പൈസ കൊടുത്ത് പത്രങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണെന്നും പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇ.പി. പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ പണം കൊടുത്ത് പത്രമാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകാം. ഇ.പി. ജയരാജന് ഈ അറിവൊക്കെ ആരാണ് പകർന്നു നൽകിയത്? ഇനി ഇ.പി.യുടെ ആത്മകഥ മോഷ്ടിച്ച് പുറത്ത് പ്രചരിപ്പിച്ച ആ പത്രപ്രവർത്തകരാണോ ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ നമുക്ക് ന്യായമായി സംശയിക്കാമെങ്കിലും ഇ.പി. പറയുന്നത് പാർട്ടി അണികൾ വിശ്വസിച്ചിരിക്കണം. മുമ്പ് വിമോചന സമരം, EMS സർക്കാരിനെതിരെ വിമോചന സമരം നടന്നപ്പോഴും അമേരിക്കയുടെ ഇടപെടലുണ്ടായത് 50 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. കാരണം അമേരിക്ക 50 വർഷം കൂടുന്നവർ അവരുടെ ചാരരഹസ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കും. വിമോചന സമരത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക അതിനെ സഹായിച്ചിരുന്നു എന്ന് അവരുടെ ഏജൻസികൾ ഈ സമരക്കാരെ സഹായിച്ചിരുന്നു പലതരത്തിൽ. അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വേണ്ടി. അതുപോലെ ഒരു സമാന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരുന്ന പാർട്ടിയെ ആക്രമിക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സഖാക്കൾ എല്ലാവരും ഏക മനസ്സോടുകൂടി നിൽക്കണം.
ആരും വാർത്തയാക്കരുത്, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വാർത്തയാക്കാൻ നിൽക്കരുത് എന്നാണ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പണ്ട് മുതലേ ചോർന്നു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ വാർത്തകൾ അങ്ങനെ ബദൽ രേഖ കാലം മുതൽ ഇങ്ങോട്ട് നിരവധി കാര്യങ്ങൾ, VS പിണറായി വിഭാഗീയത വന്നപ്പോഴുള്ള കാര്യങ്ങൾ, പിണറായി എന്ത് തീരുമാനിക്കുന്നു അത് അപ്പോൾ തന്നെ VS അറിയും, VS എന്ത് തീരുമാനിക്കുന്നു അപ്പോൾ തന്നെ പിണറായി ക്യാമ്പ് പറയും. അങ്ങനെ വാർത്തകൾ ചോർത്തി അതൊക്കെ എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ ഉള്ളതാണ്. പാർട്ടിയിലെ വാർത്തകൾ പാർട്ടിക്കാർ തന്നെയാണ് ചോർത്തുന്നത്. മറ്റൊരു ഏജൻസിയുടെ ആവശ്യം അതിനകത്ത് വരണമെന്നില്ല എന്നതാണ് പരമാർത്ഥം. പക്ഷേ EP പറയുന്നു അമേരിക്കയിൽ പഠിച്ച ചിലരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് പാർട്ടിക്കാർ ജാഗ്രത പുലർത്തുക. EP നിങ്ങൾക്ക് തരുന്നത് ജാഗ്രതാ നിർദ്ദേശമാണ്.